ഹലോ ഓൾ, എൻ്റെ പേര് ആരതി. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ മോനാണ് കേട്ടോ, 3 വയസ്സുകാരൻ അയാൻ ഇ നിതിൻ, അല്ലു എന്ന് ഞങ്ങൾ വിളിക്കും. അവൻ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. അവൻ KG പഠിക്കുന്നത്, ടൈം കിഡ്സിൽ. ഇപ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് രാവിലെ നിൽക്കുകയാണ്. വണ്ടി വരാൻ കുറച്ചുകൂടി ലേറ്റാവും, അതാണ് ആളിങ്ങനെ നിൽക്കുന്നത്. പണ്ടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, പക്ഷേ ഇപ്പം കുറേ നാൾ കൊണ്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര ആവേശത്തിലാണ്. അപ്പോൾ അവൻ യൂസ്ഡായി കാണും അല്ലേ, കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ആണല്ലോ. അപ്പോൾ ഇവൾ ആരാ ഇതൊക്കെ പറയാനെന്ന് നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ? ഉണ്ടായിരിക്കാം, കാണുന്നുണ്ടെങ്കിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആരതി. എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ജോലിയൊന്നുമില്ല, ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും, സ്റ്റഡി വിത്ത് മമ്മ എന്നൊരു യൂട്യൂബ് ചാനലൊക്കെ എനിക്കുണ്ടായിരുന്നു. അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഒരു PSC ആസ്പിരൻ്റ് ആണ് കറൻ്റ്ലി. ഇപ്പോഴും ഒരു PSC ആസ്പിരൻ്റ് ആണെന്ന് പറയാൻ എനിക്ക് ചെറിയൊരു നാണക്കേടുണ്ട്. പക്ഷേ ഞാൻ കുറച്ച് ലിസ്റ്റുകളിലൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നൊരു PSC ആസ്പിരൻ്റ് ആണ് ഞാൻ. പിന്നെ ഇപ്പം ശ്രമിക്കുന്നുമുണ്ട്, ഇപ്പം വരാൻ പോകുന്ന എക്സാമിനൊക്കെ. പിന്നെ ഇഗ്നോയിൽ MCOM ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമാണ് അടുത്ത മാസം ഡിസംബറിൽ. പിന്നെ വീട്ടിൽ വരുമാനം ഇല്ലെന്ന് പറയുന്നില്ല, വരുമാനമുണ്ട്. ഓൺലൈൻ ട്യൂഷൻസ് എടുക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊരു ചെറിയൊരു വരുമാനം ഞാൻ ഒപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ അല്ലുവിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ജീവിതം ആർക്കും 100% സാറ്റിസ്ഫൈഡ് ഒന്നും അല്ലല്ലോ. അങ്ങനെ തന്നെയാണ് എൻ്റെയും ജീവിതം. ഒരുപാട് ഫ്രസ്ട്രേഷൻസും ഇമോഷണലി കുറേ വീക്കായിട്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇമോഷൻസ് ഒരുപാട് എന്നെ തളർത്താറുണ്ട്. പക്ഷെ ഞാനതൊക്കെ ഓവർകം ചെയ്തിങ്ങനെ നിൽക്കുന്നു. ഒരു പറച്ചിലുണ്ടല്ലോ, താങ്ങാൻ ആളുള്ളവർക്കേ തളർച്ച കൂടുമെന്നു. എന്നെ താങ്ങാൻ ആളില്ല. അപ്പം എൻ്റെ തളർച്ചയും ഞാൻ തളർന്നു പോയാൽ ഞാൻ താങ്ങാൻ ആളില്ല. അപ്പം എനിക്ക് തളർന്നിരുന്നാലും പ്രയോജനമില്ല. എനിക്ക് അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റേ പറ്റൂ. അപ്പം ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ്. ഞാനീ പറയുന്നത് ഒരുപാട് പേർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ അല്ലുവിനെ സ്കൂളിലൊക്കെ വിട്ടു. അല്ലുവിൻ്റെ വണ്ടിയൊക്കെ വന്നു. അല്ലു പോയി കഴിഞ്ഞ് ഇപ്പോൾ ഏട്ടനും പോവും. അപ്പോൾ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള കുറച്ച് സമയമാണ്. അപ്പം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഹൗസ് വൈഫ്സിന് അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോകുന്ന, ജോലിക്കൊന്നും പോവാത്ത സ്ത്രീകൾക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഞാനീ പറയുന്ന കാര്യം. നമ്മുടെ മനസ്സ് ഒരുപാട് അങ്ങ് കൺജസ്റ്റഡ് ആയി പോവും അല്ലേ. എന്താ പറയേണ്ടത്, പുറത്തൊന്നും പോവാതെ ഇങ്ങനെ ഒരേ രീതിയിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കതിലൊരു ബോറ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഇന്ന് ഇഗ്നോയുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ട് പോലും ഞാൻ ഇപ്പോഴാണ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങണം. പിന്നെ എനിക്ക് ലൈബ്രറിയിൽ പോകണം. ലൈബ്രറിയിലൊക്കെ പോകാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ പോകണം. എന്ന് വെച്ചാൽ ഏട്ടന് ജോലി തിരക്ക് കാരണം കൊണ്ടുപോകാൻ സമയമില്ല. അപ്പോൾ പിന്നെ സന്തോഷം നമ്മളെങ്കിലും നോക്കണ്ടേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെല്ലാമായിട്ട് അങ്ങ് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ഇഗ്നോയുടെ അസൈൻമെൻറ്റ് സബ്മിഷനൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. ഞാൻ ഒരു സെമ്മിന് 4 സബ്ജക്റ്റാണ് എഴുതേണ്ടത്. എനിക്ക് വേറെ കുറച്ച് എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് 2 സബ്ജക്റ്റും അസൈൻമെൻറ്റും 2 എക്സാമും മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഇനി ഈ ഒരു സെമ്മിലെ 2 എണ്ണവും അടുത്ത സെക്കൻഡ് സെമ്മിലെ 4 ചേർത്ത് 6 എക്സാം ഞാൻ ജൂണിൽ എഴുതണം. അറിയത്തില്ല, ഇപ്പോൾ ഒരു മടുപ്പാണ് സത്യം പറഞ്ഞാൽ പഠിച്ചു തുടങ്ങിയപ്പം തന്നെ. എന്ന് വെച്ചാൽ എനിക്ക് ഏകദേശം ഒരു 9 ഇയേഴ്സ് ഗ്യാപ്പുണ്ട് ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ 30 വയസ്സാണ് കേട്ടോ. അപ്പം 9 ഇയേഴ്സ് ഗ്യാപ്പുണ്ട് ഞാനൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇതൊക്കെ വീണ്ടും പഠിച്ചു തുടങ്ങുമ്പം തന്നെ എനിക്ക് പറ്റുന്നില്ല എന്ന് തന്നെ തോന്നിപ്പോന്നു. പിന്നെ പൈസ മുടക്കി ഫീയൊക്കെ അടച്ചല്ലേ എന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നോക്കുവാണ്. ജസ്റ്റ് ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ ഇപ്പം. ഓക്കെ. പിന്നെ ഞാൻ താങ്ങാൻ ആളില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും അച്ഛനും അമ്മയും ഒന്നുമില്ലേ, ഹസ്ബൻഡിന് സ്നേഹമില്ലേ എന്നൊക്കെ. അച്ഛനും അമ്മയും ഇല്ല കേട്ടോ. അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി, കുറേ കാലം മുമ്പേ മരിച്ചുപോയി. പിന്നൊരു സിസ്റ്ററുണ്ട്, അത് അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ലൈഫായിട്ട് പോവുകയാണ്. പിന്നെ ഹസ്ബൻഡിന് സ്നേഹമുണ്ട്, പക്ഷേ ടൈമില്ല, അതാണ് പ്രശ്നം. അപ്പം ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്താനായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഫ്രൂട്ട് സലാഡൊക്കെ കുടിച്ച് ലൈബ്രറിയിലൊക്കെ പോയി അസൈൻമെൻറ്റൊക്കെ സബ്മിറ്റ് ചെയ്ത്
പതുക്കെ മോൻ വരുമ്പോഴത്തേക്ക് വീട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. ഇത് കൊല്ലത്ത് ലക്ഷ്മി ബേക്കറിയിലാണ് കേട്ടോ ഞാനിത് ഫ്രൂട്ട് സലാഡ് കുടിയത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് കുടിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അതിനേം കാട്ടി മടിയാണ് ഒറ്റയ്ക്ക് പോകുമ്പോഴൊക്കെ ഈ ഫോൺ വീഡിയോ ഒക്കെ എടുക്കാനാണ് അതിനേം കാട്ടി മടിയാണ്. മടിയെന്നല്ല, നാടക്കേടാണ്. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്ത്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഏട്ടനും മോനും ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്ന് കഴിക്കുന്നത്. എനിക്കെന്തോ അങ്ങനെ തോന്നി, മനസ്സ് ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥത. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇറങ്ങിയത് ഇങ്ങനെ. അങ്ങനെ ദാണ്ട വീണ്ടും ഞാൻ ഇപ്പം ലൈബ്രറിയിലോട്ട് പോവുക കേട്ടോ. ലൈബ്രറിയിലോട്ട് ഒരു ഓട്ടോയിൽ പോവുക, എനിക്ക് നടക്കാൻ വയ്യ. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ബസ്സൊന്നും ഇല്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓട്ടോയിൽ പോവാമെന്ന്. അങ്ങനെ ഓട്ടോയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ പറയുവാണെങ്കിൽ എന്താ, എൻ്റെ സ്റ്റഡി വിത്ത് മമ്മ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവർക്ക് സംശയം കാണും ഞാൻ PSC ഒക്കെ ഫുള്ളായിട്ട് വിട്ടോ എന്നൊക്കെ. ഞാനതിൽ ഏകദേശം അതിൽ സത്യസന്ധമായി പറഞ്ഞാൽ ആ ഒരു യൂട്യൂബ് ചാനൽ വിടാൻ കാരണം എനിക്കതിൽ മോണിറ്റൈസേഷൻ കട്ടായി. അപ്പോൾ പിന്നെ എനിക്ക് പിൻ നമ്പർ കിട്ടിയില്ല. അങ്ങനെ മോണിറ്റൈസ്ഡ് ആയ ഒരു ചാനലായിരുന്നു, പക്ഷേ എനിക്ക് ആഡൊക്കെ കട്ടായി. പിന്നെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലോട്ടായി. അതാണ് പിന്നെ ഞാൻ ആ ഒരു ചാനലിൽ പിന്നെ അങ്ങ് നിർത്തിയത്. പിന്നെ എനിക്ക് ടൈമിൻ്റെ ഇഷ്യൂസ് വന്നു, പിന്നെ ലൈഫിൽ കുറേ പ്രോബ്ലംസൊക്കെ കയറി വന്നു. അങ്ങനെയൊക്കെ പിന്നെ ആ ഒരു ചാനൽ എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പോൾ എനിക്കിങ്ങനെ ചുമ്മാതിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോയെന്ന് വെച്ചാൽ സമയം ഇല്ല, കാര്യം ഓൺലൈൻ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ എന്നാലും എനിക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പബ്ലിക് ലൈബ്രറിയിലോട്ടാണ് കേട്ടോ. ഞാൻ കുറേ കാലമായി മെമ്പർഷിപ്പൊക്കെ ഒന്ന് പുതുതായിട്ടൊക്കെ എടുത്തതാണ്, 1 വർഷം എങ്ങാണ്ടായി. ഇനിയിപ്പോൾ അത് റിന്യൂ ചെയ്യേണ്ടിയൊക്കെ വരും. റിന്യൂ ചെയ്തിട്ടേ ബുക്ക് എടുക്കാൻ പറ്റൂ. ഒരുപാട് ബുക്ക് എടുത്ത് വായിക്കണമെന്നൊക്കെ ഭയങ്കര, ഈ നോവൽസിനോടൊക്കെയാണ് താല്പര്യം. പക്ഷേ ഇപ്പോൾ ഈ PSCയിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ വായിക്കാൻ മനസ്സ് വരുന്നില്ല. എന്ന് വെച്ചാൽ ആ ടൈമും കൂടെ പഠിച്ചുകൂടെ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ്. പിന്നെ വായിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ നീക്കി വെച്ചിട്ട് എന്തുവാ കാര്യം. ഇപ്പം തന്നെ എൻ്റെ ഒരു കണക്ക് കൂട്ടൽ എൻ്റെ ആയുസിൻ്റെ പകുതി എത്തിയ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പം ഇനി കാര്യങ്ങൾ നീക്കി വെച്ചിട്ട് നടക്കാതെ പോയാലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പോവാം. ഓക്കെ, ഇനിയിപ്പം അത് ചെയ്തില്ല എന്ന് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ബുക്ക് എടുക്കാം, വായിക്കുന്നതും വായിക്കാത്തതും ഒക്കെ പിന്നത്തെ കാര്യം. അങ്ങനെ ഞാൻ എത്തി കേട്ടോ. അതായത് ആ കൊല്ലം പബ്ലിക് ലൈബ്രറി, കൊല്ലത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഓക്കെ, ഞാൻ പതുക്കെ ലൈബ്രറിയിൽ അകത്തോട്ടൊക്കെ കയറി റിന്യൂ ഒക്കെ ചെയ്തു കേട്ടോ. റിന്യൂ ചെയ്യേണ്ടി വന്നു, പൈസ അടച്ച്. പിന്നെ അകത്ത് കയറി ബുക്കൊക്കെ നോക്കിയാണ്. ബുക്സ് നോക്കുമ്പോൾ അതിനേയും കാട്ടി കൺഫ്യൂഷൻസ് ഏതെടുക്കണമെന്ന്. പക്ഷേ ഞാൻ വേറെ ഭാഗത്തോട്ടൊന്നും പോകില്ല കേട്ടോ. ഞാൻ ഓൺലി നോവൽസിൻ്റെ ഭാഗത്ത് മാത്രമേ നോക്കൂ. എനിക്ക് വേറെ ഒന്നും അധികമായിട്ട് വായിക്കാനുള്ളൊരു താല്പര്യമില്ല. പിന്നെ കുറച്ച് നാളൊക്കെ മുമ്പ് വന്ന് PSC റിലേറ്റഡൊക്കെ തപ്പുമായിരുന്നു. ഇപ്പം ഞാൻ കയ്യിലിരിക്കുന്ന ബുക്കും നോട്ട്സും ഒക്കെ ആദ്യം പഠിക്കട്ടെന്ന് വിചാരിക്കും, എന്നിട്ടല്ലേ നമ്മൾ എക്സ്ട്രാ പോകേണ്ടത്. പിന്നെന്താ ഇങ്ങനെ ബുക്സൊക്കെ നോക്കുന്നു. ഞാൻ ഏതോ ഒരു ബുക്സ് എടുക്കുകയും ചെയ്തു കേട്ടോ. അതിപ്പോൾ കാണാം. എനിക്കും ജീവിക്കണം. ഈ ബുക്ക് സത്യം പറഞ്ഞാൽ എടുത്ത് ഇതിൻ്റെ ഈ ഒരു ബുക്കിൻ്റെ പേര് കണ്ടുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഇപ്പോഴത്തെ ജീവിതമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്കും ജീവിക്കണം, P കേശവദേവിൻ്റെ അടുത്ത്. അങ്ങനെ അതും എടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് നടന്ന് വേണം ഇനി എങ്ങോട്ട് പോകേണ്ടത്, ബസ് സ്റ്റോപ്പിലോട്ട് പോകേണ്ടത്. ഈ ആദ്യമായിട്ടൊക്കെ കുറേ നാളിന് ശേഷമാണ്, ഞാൻ ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഈ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്, വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ന്യൂനതകളൊക്കെ കാണും. എല്ലാവരും ക്ഷമിച്ചേക്കുക. ഓക്കെ, നമുക്ക് പോകെ റെഡിയാക്കി കൊണ്ടുവരാം. ഞാൻ പതുക്കെ ബസ് സ്റ്റോപ്പിലോട്ട് പോയി. കൊല്ലം റെയിൽവേ സ്റ്റേഷനിലോട്ട്, ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ബസ് കയറേണ്ടത് എനിക്ക് വീട്ടിലോട്ട് പോകാൻ. ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്, നല്ല വെയിലാണ്. അപ്പം പിന്നെ ഇപ്പം ബസ്സിൽ കയറി ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞാൻ പിന്നെ ഏട്ടനെയൊക്കെ കാണും. പിന്നെ എന്നെ ഏട്ടൻ കൊണ്ടാക്കും. ഏട്ടൻ വർക്ക് ചെയ്യുന്നിടത്ത് കടയിൽ കയറും. അപ്പോൾ പിന്നെ ഏട്ടനാണ് എന്നെ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കെന്തായാലും കുറച്ചൊരാശ്വാസം കിട്ടി ഇങ്ങനെ പുറത്ത് പോയി എൻ്റേതായിട്ടുള്ള കുറച്ച് സന്തോഷങ്ങളൊക്കെ കണ്ടെത്തിയപ്പം. എന്നും വീട്ടിലിരുന്നിരുന്ന് മനസ്സങ്ങ് വെറും ഇടുങ്ങിപ്പോയ കണക്ക് തോന്നിയായിരുന്നു. പക്ഷേ അന്ന് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്തിട്ട് ഇതിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞു. പക്ഷേ എനിക്ക് അന്ന് ഭയങ്കര ആശ്വാസമായിരുന്നു ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെൽ ബട്ടനും ഒന്ന് അമർത്തിക്കോണേ. അപ്പോൾ ഓക്കെ, ബൈ.